ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഇന്ദ്രിയേഭ്യഃ പരാ ഹി അർത്ഥാഃ. നിശ്ചയമായും ഇന്ദ്രിയങ്ങളെക്കാൾ പരങ്ങളാണ്, പ്രകൃഷ്ടങ്ങളാണ്, സൂക്ഷ്മങ്ങളാണ് അർത്ഥങ്ങൾ, വിഷയങ്ങൾ. നോക്കൂ, അർത്ഥേഭ്യഃ ച പരം മനഃ. വിഷയങ്ങളെക്കാൾ പരമാണ് മനസ്സ്. മനസഃ തു പരാ ബുദ്ധി. മനസ്സിനേക്കാൾ പരയാണ് ബുദ്ധി. ബുദ്ധേഹേ ആത്മാ മഹാൻ പരഃ. ഈ മന്ത്രം മാത്രം എടുത്താൽ ബുദ്ധിയേക്കാൾ പരമാണ് മഹാനായ ആത്മാവ് എന്നാണ് പറയേണ്ടത്. അതാണ് സുഖം. എന്നാൽ അടുത്ത മന്ത്രത്തിൽ മഹതപരമവ്യക്തം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മന്ത്രത്തിന് അർത്ഥമില്ലാതെ വരും. അതുകൊണ്ട് ഇവിടെ മഹാൻ ആത്മാ എന്നുള്ളതിന് മഹാനായ ആത്മാ, പരമാത്മാ എന്നർത്ഥം പറയരുത്. പിന്നെ ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നത് മഹത്തത്വം എന്നാണ്. അപ്പം അതിനുപരിയുള്ളത് എന്ത്? അത് അടുത്ത മന്ത്രത്തിൽ പഠിക്കാം. നോക്കൂ, സ്ഥൂലാനി താവത് ഇന്ദ്രിയാണി താനി യൈഹി അർത്ഥൈഹി ആത്മപ്രകാശനായ ആരബ്ധാനി തേഭ്യഃ ഇന്ദ്രിയേഭ്യഃ സ്വകാര്യേഭ്യഃ തേ പരാഹി അർത്ഥാഃ സൂക്ഷ്മാഃ മഹാന്തശ്ച പ്രത്യേകാത്മഭൂതാശ്ച. ഇവിടെ വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഭാഷ്യമുള്ളൂ. ഭാഷ്യമുള്ളവർ ഒന്ന് എത്ര പേരുണ്ടാവും? ഭാഷ്യമുള്ളവർ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഒന്ന് നീങ്ങിയിരുന്നാൽ ഭാഷ ഇല്ലാത്തവരെ രണ്ടുപേരെ അപ്പുറവും ഇപ്പുറവും ഇരുത്താം. അപ്പോൾ ഈ സഭയിൽ എന്തായാലും ഇങ്ങനെ പോട്ടെ. അടുത്ത പ്രാവശ്യം മറ്റിപ്പോൾ ഒരു ബഹളാവും. അടുത്ത പ്രാവശ്യം തൊട്ട് ഇരിക്കുമ്പോൾ ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുക. ഭാഷയുള്ള ഒരാളുടെ അപ്പുറവും ഇപ്പുറവും ഭാഷ ഇല്ലാത്ത രണ്ടുപേരിരുന്നാൽ മൂന്നാക്കും ഭാഷയായി. ക്ഷത്രിന്യായം അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ, കുടയുള്ള ഒരാൾ കുടയില്ലാത്ത ഒരാളെ കൂട്ടുകയാണ്. എൻ്റെ കുടയാന്ന് മറ്റേക്ക് പറയാൻ അവകാശമില്ല. കുട ഒരാളുടേതാ. കുട ഒരാളൊന്നേ ഉള്ളൂ, രണ്ടല്ല. പക്ഷെ അനുഭവിക്കുന്നത് രണ്ടാളുണ്ട്. അതുപോലെ അപ്പോൾ എല്ലാവർക്കും ആവും, എല്ലാവർക്കും തികയും. ഒന്ന് മാറിയിരിക്കണം എന്ന് മാത്രം. സ്ഥൂലാനി താവത് ഇന്ദ്രിയാണി താനി യൈഹി അർത്ഥൈഹി ആത്മപ്രകാശനായ ആരബ്ധാനി തേഭ്യഃ ഇന്ദ്രിയേഭ്യഃ സ്വകാര്യേഭ്യഃ തേ പരാ ഹി അർത്ഥാഃ സൂക്ഷ്മാഃ മഹാന്തശ്ച പ്രത്യേകാത്മഭൂതാഃ ച. അപ്പോൾ സ്ഥൂലാനി താവത് ഇന്ദ്രിയാണി. ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങളാണ്. ഈ സ്ഥൂലം സൂക്ഷ്മം എന്നുള്ളത് ആപേക്ഷികമായ ശബ്ദമാണ്. അപ്പം ഇന്ദ്രിയങ്ങൾ എന്തിൻ്റെ അപേക്ഷയിൽ സ്ഥൂലമാണെന്ന് ചോദിച്ചാൽ വിഷയത്തിൻ്റെ അപേക്ഷയിൽ സ്ഥൂലമാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ് ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ്. അതും ശരിയാ. സ്ഥൂല ശരീരത്തിൻ്റെ അപേക്ഷയിൽ ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ്, ആപേക്ഷികമാണ്. നിരുപാധികമായ ഒന്നിനെ സൂക്ഷ്മമെന്നോ സ്ഥൂലമെന്നോ പറയാൻ പറ്റില്ല.
സോപാധികമായതിനെ മാത്രമേ, ഉപാധിയോട് കൂടിയതിനെ മാത്രമേ സ്ഥൂലം, സൂക്ഷ്മം എന്നൊക്കെ നമുക്ക് പിരിച്ച് പറയാൻ പറ്റും. അപ്പോൾ ശരീരാപേക്ഷയിൽ ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങൾ, വിഷയാപേക്ഷയിൽ ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങൾ. അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ സ്ഥൂലാനി താവത് ഇന്ദ്രിയാണി താനി യൈഹി അർത്ഥൈഹി ആത്മപ്രകാശനായ ആരബ്ധാനി. യാതൊരു വിഷയങ്ങളാൽ അവയുടെ ഭാവത്തെ പ്രകാശിപ്പിക്കുന്നതിനായി കൊണ്ട് ആരംഭിക്കപ്പെട്ടിരിക്കുന്നുവോ. കുറച്ചൊരു വിഷമമുണ്ട് ആ വാചകം മനസ്സിലാക്കാൻ. ഏത് വിഷയങ്ങളാൽ ആത്മപ്രകാശനത്തിനായിക്കൊണ്ട് ആരംഭിക്കപ്പെട്ടിരിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതെങ്കിലും ഒന്നിനെ നമുക്ക് എടുക്കാം. രൂപം എന്നുള്ളത് അഗ്നി കാര്യമാണ്, അല്ലെങ്കിൽ അഗ്നിയുടെ ധർമ്മമാണ്, അല്ലെങ്കിൽ അഗ്നിയുടെ ഗുണമാണ്. എന്ത് വേണമെങ്കിൽ പറയാം, ധർമ്മമെന്നോ ഗുണമെന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞാലും ശരിയാണ്. ഈ രൂപത്തിൻ്റെ കാര്യമാണ് നേത്രേന്ദ്രിയം. നേത്രേന്ദ്രിയം ആരെ പ്രകാശിപ്പിക്കുന്നു? രൂപത്തെ പ്രകാശിപ്പിക്കുന്നു, വിഷയമായ രൂപത്തെ പ്രകാശിപ്പിക്കുന്നു. ഇതുപോലെ ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം, ഇതിൻ്റെ കാര്യമാണ് ശ്രോത്രേന്ദ്രിയം. ആ ശ്രോത്രേന്ദ്രിയം ശബ്ദത്തെ പ്രകാശിപ്പിക്കുന്നതിനായിക്കൊണ്ട് ആരംഭിക്കപ്പെട്ടതാ. ആരാൽ ആരംഭിക്കപ്പെട്ടത്? ആകാശത്താൽ. അതത് ഭൂതത്തിൻ്റെ കാര്യമാണ് ഇന്ദ്രിയം. അതത് ഭൂതത്തിൻ്റെ കാര്യമാണ് ഇന്ദ്രിയം. ഏത് ഭൂതത്തിൻ്റെ കാര്യമാണോ ആ ഭൂതത്തിൻ്റെ ഗുണത്തെ അത് പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ യഥാക്രമം ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ യഥാക്രമം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ വിഷയങ്ങളോട് കൂടിയതാണ്, അല്ലെങ്കിൽ ഗുണങ്ങളോട് കൂടിയതാണ്. അതിനെ പ്രകാശിപ്പിക്കാനാണ് ശ്രോത്രം, ത്വക്ക്, നേത്രം, രസന, ഘ്രാണം എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ. കേൾക്കാൻ, സ്പർശിക്കാൻ, കാണാൻ, മണക്കാൻ, രുചിക്കാൻ. അല്ല, രുചിക്കാൻ, മണക്കാൻ. അപ്പം അതത് വിഷയത്തിൻ്റെ അർത്ഥപ്രകാശനത്തിനായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾ ആരംഭിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ദ്രിയാപേക്ഷയിൽ സൂക്ഷ്മമാണ് വിഷയം, വിഷയാപേക്ഷയിൽ സ്ഥൂലമാണ് ഇന്ദ്രിയം. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ്. സൂക്ഷ്മാഹ മഹാന്തശ്ച, മഹത്വമുള്ളവയാണ്. കാരണം അതിൽ നിന്നാണല്ലോ ഇതുണ്ടായത്. കാരണത്തിന് എപ്പോഴും മഹത്വം ഏറെയുണ്ട് കാര്യത്തേക്കാൾ. പ്രത്യേകാത്മഭൂതാശ്ച, പ്രത്യഗ്ഭൂതമാണ്, കൂടുതൽ ഉള്ളിലേക്കാണ്. കൂടുതൽ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ദ്രിയത്തെ അപേക്ഷിച്ച് ഉള്ളിലേക്കാണ് വിഷയമെന്നുള്ളത്. വിഷയത്തെ അപേക്ഷിച്ച് ഉള്ളിലേക്കാണ്, സൂക്ഷ്മമാണ് മനസ്സെന്നുള്ളത്. മനസ്സിനെ അപേക്ഷിച്ച് ഉള്ളിലേക്കാണ്, സൂക്ഷ്മമാണ് ബുദ്ധി എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കണം. നോക്കൂ, തേഭ്യഃ അപി അർത്ഥേഭ്യശ്ച പരം സൂക്ഷ്മതരം മഹത് പ്രത്യേകാത്മഭൂതം ച മനഃ. മനഃശബ്ദവാച്യം മനസഃ ആരംഭകം ഭൂതസൂക്ഷ്മം സങ്കല്പവികൽപ്പാദ്യാരംഭകത്വാത്. മനസഃ അപി പരാ സൂക്ഷ്മതരാ മഹത്തരാ പ്രത്യേകാത്മഭൂതാ ച ബുദ്ധിഃ. ബുദ്ധിശബ്ദവാച്യം അധ്യവസായാദ്യാരംഭകം ഭൂതസൂക്ഷ്മം. ബുദ്ധേഃ ആത്മാ സർവപ്രാണിബുദ്ധീനാം പ്രത്യേകാത്മഭൂതത്വാദ് ആത്മാ മഹാൻ സർവമഹത്വാദ്. അവ്യക്താത് യത് പ്രഥമം ജാതം ഹൈരണ്യഗർഭം തത്വം ബോധാബോധാത്മകം മഹാൻ ആത്മാ ബുദ്ധേഃ പരഃ ഇതി ഉച്യതേ.
തേഭ്യഃ അപി അർത്ഥേഭ്യഃ ച പരം സൂക്ഷ്മതരം മഹത് പ്രത്യേകാത്മഭൂതം ച മനഃ. മനഃ ശബ്ദവാച്യം മനസഃ ആരംഭകം ഭൂതസൂക്ഷ്മം സങ്കല്പവികൽപ്പാദ്യാരംഭകത്വാത്. മനസഃ അപി പരാ സൂക്ഷ്മതരാ മഹത്തരാ പ്രത്യേകാത്മഭൂതാ ച ബുദ്ധിഃ. ബുദ്ധിഃ ബുദ്ധിശബ്ദവാച്യം അധ്യവസായാദ്യാരംഭകം ഭൂതസൂക്ഷ്മം. ബുദ്ധേഃ ആത്മാ സർവപ്രാണിബുദ്ധീനാം പ്രത്യേകാത്മഭൂതത്വാത് ആത്മാ മഹാൻ സർവമഹത്വാത്. അവ്യക്താത് യത് പ്രഥമം ജാതം ഹൈരണ്യഗർഭം തത്വം ബോധാബോധാത്മകം മഹാൻ ആത്മാ ബുദ്ധേഃ പരഃ ഇതി ഉച്യതേ. പറയാണ്, തേഭ്യഃ അപി അർത്ഥേഭ്യഃ ച, അവയേക്കാൾ അർത്ഥങ്ങളേക്കാൾ, അതായത് അവയേക്കാൾ വിഷയങ്ങളേക്കാൾ, ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് വിഷയം എന്ന് പറഞ്ഞു, വിഷയത്തെക്കാൾ വിഷയങ്ങളെക്കാൾ പരം സൂക്ഷ്മതരം, സൂക്ഷ്മതരമാണ്, മഹത് മഹത്താണ്, പ്രത്യേകാത്മഭൂതമാണ് എന്ത്? മനഃ. വിഷയങ്ങളെക്കാൾ സൂക്ഷ്മവും മഹത്വം പ്രത്യേകാത്മഭൂതവുമാണ് മനസ്സ്. എന്താണ് ഇവിടെ മനസ്സിനർത്ഥം? സാമാന്യമായി മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അങ്ങനെയാണ് പറഞ്ഞത്, അത് പോരാ എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഭാഷ്യകാരൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ മനസ്സെന്നുള്ളതിന് മനഃശബ്ദവാച്യം മനസ്സഃ ആരംഭകം ഭൂതസൂക്ഷ്മം, മനസ്സിനും കാരണമായ ഭൂതസൂക്ഷ്മത്തെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതാണല്ലോ ഭൂതങ്ങൾ. ഈ ഭൂതങ്ങൾ സൂക്ഷ്മഭൂതങ്ങളാണ്. ആവിർഭാവദശയിൽ സൂക്ഷ്മഭൂതങ്ങൾ. സൂക്ഷ്മഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ. ഈ സൂക്ഷ്മഭൂതങ്ങളിൽ പിന്നീട് ഗുണവിനിമയം നടക്കുന്ന പ്രക്രിയയുണ്ട്. ഗുണവിനിമയം നടക്കുന്ന പ്രക്രിയയ്ക്ക് വേദാന്ത ഭാഷയിൽ പഞ്ചീകരണം എന്ന് പറയും. അപ്പൊ ഇതര ഭൂതങ്ങളുടെ അല്പാൽപ ഗുണങ്ങൾ ഓരോ ഭൂതത്തോടും ചേർന്ന് അത് സ്ഥൂലഭൂതമായി തീരും. ഉദാഹരണം പറഞ്ഞാൽ ആകാശം എന്നുള്ളതിനെ എടുക്കുക, അല്ലെങ്കിൽ ഭൂമി എന്നുള്ളതിനെ എടുത്തോളൂ, ഏത് മനുഷ്യൻ എടുത്തോളൂ, ഏതറ്റം മനുഷ്യൻ എടുക്കാം. അപ്പോൾ ഭൂമി എന്നുള്ളതിനെടുത്താൽ ഭൂമിയുടെ തനത് ഗുണമായ ഗന്ധത്തോടൊപ്പം ആകാശം, വായു, അഗ്നി, ജലം എന്നിവയുടെ നാലിൻ്റെയും അംശങ്ങൾ ചേർന്നാൽ സ്ഥൂലഭൂമിയായി. അതുപോലെ ജലം എന്നുള്ളതിൻ്റെ ഗുണത്തോട്, രസത്തോട് ആകാശം, വായു, അഗ്നി, ഭൂമി എന്നിവയുടെ നാലും ചേർന്നാൽ സ്ഥൂല ജലമായി. അങ്ങനെ സൂക്ഷ്മം സ്ഥൂലമാകുന്ന പ്രക്രിയയ്ക്കാണ് വേദാന്ത ശാസ്ത്രത്തിൽ പഞ്ചീകരണം എന്ന് പറയുക. അതോടുകൂടി സൂക്ഷ്മഭൂതം സ്ഥൂലഭൂതമായി മാറും. ഈ സ്ഥൂലഭൂതം ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ. നമ്മൾ ഈ കാണുന്ന സകലവുമായി, കാണുന്ന എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്ന എന്നർത്ഥമില്ല, ഏകകോശ ജീവി മുതൽ സ്ഥൂലോപാധികൾ മുഴുവൻ സ്ഥൂലമാണ്.
സ്ഥൂലം എന്ന് പറഞ്ഞാൽ വലുതെന്ന് അർത്ഥമില്ല. അവയവയുക്തമായി രൂപാത്മകമായുള്ളതൊക്കെ സ്ഥൂലമാണ്. അതൊരു മൈക്രോസ്കോപ്പിലൂടെ കാണുന്നതാണെങ്കിലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കാണുന്നതാണെങ്കിലും അത് സ്ഥൂലമാണ്. ഇനി ഈ പഞ്ചീകരണ പ്രക്രിയയിൽ സ്ഥൂലഭൂതങ്ങൾ ഉത്പന്നമാകുന്നതിന് മുമ്പ് തന്നെ സൂക്ഷ്മഭൂതങ്ങൾ, ആ സൂക്ഷ്മഭൂതങ്ങളിൽ ഈ ഭൂതങ്ങളൊക്കെ തന്നെ പ്രകൃതി കാര്യങ്ങളാണല്ലോ. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രകൃതി കാര്യങ്ങളായതുകൊണ്ട് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ മൂന്നും ഇവയിലൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പോൾ ഓരോ ഭൂതത്തിൻ്റെയും സാത്വിക അംശങ്ങളിൽ നിന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഉത്പത്തി. ഓരോ ഭൂതത്തിൻ്റെയും രാജസിക അംശങ്ങളിൽ നിന്നാണ് കർമ്മേന്ദ്രിയങ്ങളുടെ ഉത്പത്തി. 5 ഭൂതങ്ങളുടെയും ചേർച്ചയിൽ നിന്ന്, സത്വാംശത്തിൽ നിന്ന് മനോബുദ്ധികളുടെ ഉത്പത്തി. 5 ഭൂതങ്ങളുടെയും രജോംശങ്ങളുടെ ചേർച്ചയിൽ നിന്ന് പ്രാണങ്ങളുടെ ഉത്പത്തി. ഇത്രയും ചേർന്നാൽ സൂക്ഷ്മ ശരീരമായി. ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, മനസ്സ്, ബുദ്ധി, പ്രാണങ്ങൾ എന്നിവ ചേർന്നാൽ സൂക്ഷ്മ ശരീരം. 17 ഘടകങ്ങൾ ചേർന്നത്. ഇതൊക്കെ സൂക്ഷ്മമാണ്, സൂക്ഷ്മഭൂതകാര്യമാണ്. അപ്പം ഇത് ഓരോന്നിനെയും ആരംഭിപ്പിച്ചത് സൂക്ഷ്മഭൂതങ്ങളാണ്. അപ്പോൾ ഇവിടെ മനസ്സ് എന്ന് പറയുമ്പോൾ മനസ്സിന് ആരംഭകമായ ഭൂതസൂക്ഷ്മത്തെ മനസ്സിലാക്കണം എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അതായത് പഞ്ചസൂക്ഷ്മ ഭൂതങ്ങളുടെ സത്വാംശങ്ങൾ ചേർന്നിട്ടാണ് മനസ്സുണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മനസ്സും ഭൗതികമാണ്, ബുദ്ധിയും ഭൗതികമാണ്. ഭൗതികം എന്ന് പറയുമ്പോൾ കാണുമെന്നൊന്നും ആരും വിചാരിക്കരുത്. സത്വാംശമാണ് അധികം. തത്വത്തിന് ഈ സത്വാംശം മാത്രമേ ഉള്ളൂ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഭൂതങ്ങളുടെ സത്വാംശങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് അന്തഃകരണം, ഭൂതങ്ങളുടെ സത്വാംശങ്ങളിൽ നിന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോഴാണ് ചോദ്യം, അപ്പം സത്വാംശം മാത്രമേ ഉള്ളോ? അല്ല. കാരണം ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ തമപ്രധാനമാണ്. തമപ്രധാന പ്രകൃതിയിൽ നിന്നാണ് ഭൂതങ്ങളുടെ ഉത്പത്തി. ശുദ്ധ സത്വപ്രധാനയാണ് ശുദ്ധമായ അല്ലെങ്കിൽ വിദ്യ. വിദ്യോപാധികനാണ് ഈശ്വരൻ. മലിന സത്വപ്രധാനയാണ് അവിദ്യ. അവിദ്യോപാധികനാണ് ജീവൻ. തമപ്രധാനമാണ് ഭൂതങ്ങൾ. അതുകൊണ്ട് ഈ നമ്മുടെ അനുഭവമണ്ഡലം മുഴുവൻ താമസിക. അപ്പോൾ സത്വാധിക്യമാണോ? സത്വാധിക്യമാണ്. അല്ലേ? അല്ല. അങ്ങനെയാ. ഫൗണ്ടേഷൻ സാത്വിക എന്ന് പറയാൻ പറ്റില്ല, തിരിച്ചാ പറയാൻ പറ്റുക. തമപ്രധാന പ്രകൃതേഹേ തദ്ഭോഗായേശ്വരാജ്ഞയാ വിയത് പവന തേജോംബുഭൂ ഭൂതാനി ജജ്ഞിരേ എന്നൊക്കെ ആചാര്യൻ അതുകൊണ്ട് നമുക്ക് പറഞ്ഞു തരും. തമപ്രധാന പ്രകൃതിയിൽ നിന്നാണ് ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും ഒക്കെ ഉണ്ടായത്. അപ്പം അടിസ്ഥാനമായിട്ടുള്ള ഇരിപ്പ് എന്ന് പറഞ്ഞാൽ തമസ. തമപ്രധാനം, തമസല്ല, തമസ് പ്രധാനമായിട്ടുള്ളത്. അതിൽ നിന്ന് സത്വാംശം കൂടിയതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അടിസ്ഥാനം തമസാണെന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അങ്ങനെ കൈകാര്യം ചെയ്താൽ നല്ലത്. മനസ്സ് സത്വപ്രധാന ആണെങ്കിലും അതിൻ്റെയും അടിത്തറയിൽ കിടക്കുന്നത് തമസാണെന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ആ ഒരു കാഴ്ചപ്പാട് നല്ലതാണ് നമുക്ക്.
അതങ്ങനെ ഭൂതസൂക്ഷ്മം മനസ്സിലാക്കണം. സങ്കല്പ വികല്പാദ്യാരംഭകത്വാത്, സങ്കല്പം വികല്പം തുടങ്ങിയവയെ ആരംഭിപ്പിക്കുന്നത് അതാണല്ലോ, ആ ഭൂതസൂക്ഷ്മമാണല്ലോ. അപ്പോൾ ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് വിഷയങ്ങൾ, വിഷയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. മനസ്സഹാപി പരാ സൂക്ഷ്മതര മഹത്തര പ്രത്യേകാത്മഭൂതാച്ച ബുദ്ധി. മനസ്സിനേക്കാൾ സൂക്ഷ്മതരയാണ്, മഹത്തരയാണ്, പ്രത്യേകാത്മഭൂതയാണ് ബുദ്ധി. മനസ്സും ബുദ്ധിയുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. അധ്യവസായം ഉറപ്പിക്കുന്നതാണ് ബുദ്ധി, നിശ്ചയിക്കുന്നതാണ് ബുദ്ധി. അതാണോ ഇതാണോ എന്നുള്ള സങ്കല്പനമാണ് മനസ്സ്. ബുദ്ധിശബ്ദവാച്യ വാച്യം അധ്യവസായാദ്യാരംഭകം ഭൂതസൂക്ഷ്മം. ബുദ്ധിയാലും ഇതുപോലെ തന്നെ സൂക്ഷ്മഭൂതങ്ങളെ മനസ്സിലാക്കണം. ഒന്ന് മനസ്സിലാക്കിയാൽ മറ്റത് എളുപ്പമാണ്. ബുദ്ധേഹേ ആത്മാ സർവപ്രാണിബുദ്ധീനാം പ്രത്യേകാത്മഭൂതത്വാത് ആത്മാ മഹാൻ സർവമഹത്വാത്. ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് മഹാൻ ആത്മാ എന്ന് മനസ്സിലാക്കണം. അവിടെ മഹാൻ ആത്മാ എന്നുള്ളതിന് ഏറ്റവും നല്ല എളുപ്പത്തിലുള്ള വ്യാഖ്യാനം ആത്മാവ് പരമാത്മാവ് എന്ന് പറയുന്നതാണ്. അത് ശരിയാണേനും, എന്നാൽ ശരിയല്ല. കാരണം നടുക്കുള്ളത് വേറെ വരുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇവിടെ മഹത്തത്വം എന്നർത്ഥമെടുക്കണം. സർവമഹത്തായ ആത്മാ എന്നുള്ളതിന് മഹത്തത്വം. എങ്ങനെ? അവ്യക്താദി യത് പ്രഥമം ജാതം ഹൈരണ്യഗർഭം തത്വം ബോധാബോധാത്മകം മഹാനാത്മാ ബുദ്ധേഹേ പരഹ ഇത്യുച്യതേ. സമഷ്ടി ബുദ്ധി തത്വം. സമഷ്ടി ബുദ്ധിക്ക് പറയുന്ന പേരാണ് മഹത്തത്വം. ബുദ്ധി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമാണ്. അതിസൂക്ഷ്മമായ ബുദ്ധിയുടെ സമഷ്ടിഭാവം. ഈ മനസ്സിൻ്റെ സമഷ്ടിഭാവം, ബുദ്ധിയുടെ സമഷ്ടിഭാവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സമഷ്ടി അന്ധകരണത്തെ മനസ്സിലാക്കണം. പിന്നെ ഈശ്വരൻ്റെ മനസ്സെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏതുപോലെ ഒരു മനസ്സിലാക്കാൻ പറയുന്നത് ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് പറയാം, പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയാം. കാരണം ദൃഷ്ടാന്തം ഇവിടെ ഇല്ലാത്തത് കൊണ്ട്. എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രം പറയാം. ഈ പറഞ്ഞതിലാരും കയറി പിടിച്ചേക്കരുത്. അതിനാൽ ഉദ്ദേശിക്കപ്പെടുന്നതിലേ പിടിക്കാൻ പാടുള്ളൂ. കാരണം തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് കോശങ്ങളുണ്ട്. ട്രില്യൺ കണക്കിന്. ഓരോ കോശത്തിനും ഒരു 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 വ്യക്തിഭാവമുണ്ട്. ഓരോ കോശത്തിനും. ഇത് കോശത്തിന് മാത്രമല്ല, മറ്റ് മൈക്രോബുകളായാലും എന്തിനേറെ ഒരു വൈറസിന് പോലും വ്യക്തിഭാവമുണ്ട്. വ്യക്തിഭാവം എന്ന് പറയുമ്പോൾ അനുകൂലമായതിലേക്ക് പ്രവൃത്തിയും പ്രതികൂലമായതിൽ നിന്ന് നിവൃത്തിയുമുണ്ട്. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണുന്ന അത്ര ചെറിയ ഒരു കോശം പോലും അതിനനുകൂലമായ ഒന്നിൻ്റെ അടുത്തേക്ക് സ്പന്ദിക്കും, പ്രതികൂലമായ ഒന്നിൽ നിന്ന് അകലും. അതിനർത്ഥം അതിന് വ്യക്തിഭാവം ഉണ്ടെന്നാണ്. വ്യക്തമാണല്ലോ. അങ്ങനെയുള്ള കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഒരു ടിഷ്യൂ ഉണ്ടാവുന്നതെന്ന് വെച്ചോളൂ. ഉദാഹരണത്തിന് ആ ടിഷ്യൂ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനൊരു വ്യക്തിഭാവമുണ്ട്, അനുകൂലമായതിലേക്ക് പ്രവൃത്തിയും. അപ്പോൾ കോടിക്കണക്കിന് ചേർന്ന് ഒന്ന്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ടിഷ്യൂ ചേർന്നിട്ടാണ് ഒരു ഓർഗൻ ഉണ്ടാവണമെന്ന് നോക്കിക്കോളൂ, ഒരു അവയവം ഉണ്ടാവണം. കണ്ണ്, എന്തെങ്കിലും ഉദാഹരണം, ഏതെങ്കിലും അവയവം എടുത്തോളൂ. അതിനൊരു വ്യക്തിഭാവം ഇല്ലേ? ഈ കോടിക്കണക്കിന് ചേർന്ന ഭാവങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഒരു വ്യക്തിഭാവമുണ്ട്. ഉണ്ടല്ലോ. ആർക്കെങ്കിലും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം.
ഇനി പറയട്ടെ, ഇങ്ങനെയുള്ള നൂറുകണക്കിന് ഓർഗൻ ചേർന്നിട്ടാണ്, നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ചേർന്നിട്ടാണ് ഈ ഈ ഓർഗാനിസം ഉണ്ടായിട്ടുള്ളത്, ഈ ഒരു ശരീരം ഉണ്ടായിട്ടുള്ളത്. ഇതിനൊരു വ്യക്തിഭാവം ഇല്ലേ? ഞാൻ ഇതിന് പ്രതികൂലമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഇത് മൊത്തത്തിൽ ഒരു തരത്തിൽ പ്രതികരിക്കുമല്ലോ, ഇല്ലേ? ഒരാൾ നമ്മളെ വെട്ടാൻ വന്നു, വാളുകൊണ്ട് വെട്ടാൻ വന്നാൽ അപ്പോൾ ഓടുമ്പോൾ മൊത്തം എല്ലാവരും കൂടിയിട്ടാണ്, കണ്ണും ചെവിയും കയ്യിലും കാലും ഒക്കെ ചേരുന്നുണ്ട് രക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ട ഒരു വ്യക്തിഭാവമുണ്ട്, ഉണ്ടല്ലോ. എങ്കിൽ ഇതുപോലത്തെ കോടാനുകോടി ശരീരങ്ങൾ ഒത്തുചേർന്നാലും ഒരു വ്യക്തിഭാവം ഉണ്ടാവും, മൊത്തം സമഷ്ടിഭാവം. ആ സമഷ്ടി ബുദ്ധിയാണ് മഹത്തത്വം. ആ സമഷ്ടിയാകുന്ന ഉപാധിയിൽ ഞാൻ എന്ന് അഭിമാനിക്കുന്നവനാണ് ഈശ്വരൻ, വ്യഷ്ടിയിൽ അഭിമാനിക്കുന്നവൻ ജീവൻ. എന്താ ഇപ്പം ജീവനും ഈശ്വരനുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ വലിയൊരു അഭിമാനം അവിടെ കൂടുതലാണ്, നമുക്ക് ചെറിയ അഭിമാനമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. നമുക്കൊക്കെ അല്ലറ ചില്ലറ ചെറിയ അഭിമാനം ശരീരത്തോട് ചേർന്ന് ചെറിയ ചെറിയതേ ഉള്ളൂ നമുക്കൊക്കെ. ഭഗവാൻ സമഷ്ടി ഈശഃ സർവേഷാം സ്വാത്മതാതാത്മ്യവേദനാഥ്, സർവത്തിലും ഞാൻ എന്നുള്ള താതാത്മ്യത്തോടു കൂടി ഈശ്വരൻ, മഹാഭിമാനി ഇല്ലേ? നമ്മൾ അല്പാഭിമാനി. ഈ സമഷ്ടിയാകുന്ന ബുദ്ധിയാണ് മഹത്തത്വം, മനസ്സിലാക്കുക. വേദാന്ത ഭാഷയിൽ സൂക്ഷ്മ കാരണഭാവത്തിലുള്ളത് അല്ലെങ്കിൽ സർവ സമഷ്ടി സൂക്ഷ്മഭാവത്തിലുള്ളത് ഹിരണ്യഗർഭൻ എന്ന് പറയാം. ഈ മഹത്തിനേക്കാൾ പരമാണ് ഹൈരണ്യഗർഭം തത്വം, ബോധാബോധാത്മകമായ ഈ അബോധാത്മകം എന്നുള്ള ബോധാത്മകവും അബോധാത്മകവുമായത്. ഈ അബോധാത്മകമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആപേക്ഷികമായി പറയുന്നതാണ്. നമ്മുടെ ദൃഷ്ടിയിലാണ് ബോധം ഉപാധികളിലൂടെ പ്രതിഫലിക്കുമ്പോഴേ നമുക്കതിനെ ബോധയുക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനുഷ്യൻ, കൃമി, കീടം ഇതിലൊക്കെ ബോധം മനസ്സിലാക്കാൻ കഴിയും. ചലിക്കുന്ന എല്ലാത്തിലും നമുക്ക് ബോധം കണ്ടെത്താൻ കഴിയും. പക്ഷേ ഒരു നിയതക്രമത്തിൽ ഒരു ആണവിക സ്പന്ദനം നടക്കണമെങ്കിൽ പോലും അതിന് പിന്നിലൊരു ബോധം കൂടിയേ തീരൂ, ഒരു നിയതക്രമത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെയുള്ള ജഡവസ്തുക്കളിൽ നമ്മൾ ബോധം പറയാറില്ല. ബോധം ഇല്ലെന്നല്ല അർത്ഥം, അത് ഉപാധിയിലൂടെ പ്രകടമാകുന്നില്ലെന്നേ അർത്ഥമുള്ളൂ. തൂണിലും തുരുമ്പിലും പുല്ലിലും എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അവിടെ പുല്ലിലും മറ്റ് കൃമിയിലും കീടത്തിലും പൂച്ചയിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുല്ല് വളരുന്നുണ്ട്, ഒരു ഏകകോശ ജീവിയിൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു പ്രാണഭാവമില്ലാത്ത, പ്രാണത്വം ജീവധാരണാത്, ജീവധാരണമില്ലാത്ത പ്രാണത്വമില്ലാത്ത വസ്തുക്കളിൽ നമുക്ക് ബോധം മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇല്ല എന്ന് പറയരുത്, അത് വേറൊരു, എല്ലാം ബോധാത്മകമാണ്. എല്ലാം ഒരണു കണത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ പിന്നിൽ പോലും വലിയൊരു ഒരു ഒരു ബോധപ്രക്രിയയുണ്ട്. അപ്പോൾ ബോധാബോധാത്മകം എന്നുള്ളത്
ആപേക്ഷികമായി പറയുന്നത് മാത്ര. സചേതന അചേതനങ്ങൾ എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമായിട്ടാണ്. അങ്ങനെയുള്ള സകലത്തിൻ്റെയും സമഷ്ടി സൂക്ഷ്മഭാവമാണ് ഹൈരണ്യഗർഭം, ഹിരണ്യഗർഭൻ്റെ ഭാവം, മഹത്തത്വം. അത് ബുദ്ധിയേക്കാൾ പരമാണ്. കാരണം സകല ബുദ്ധികളുടെയും സൂക്ഷ്മമായിരിക്കുന്ന മഹാഭാവമാണ്. ഹിരണ്യഗർഭനല്ലേ പുരാണത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ. പുരാണത്തിൽ ഹിരണ്യഗർഭനെ പറയുന്ന പേര് ബ്രഹ്മാവെന്നാണ്. ബ്രഹ്മാവിനും കാരണമുണ്ട്, അത് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരൻ്റെ നാഭീപത്മത്തിൽ നിന്ന് ബ്രഹ്മാവ് ഉയർകൊണ്ടു എന്നൊക്കെ പുരാണ കൽപ്പനയുണ്ട്. നോക്കൂ, മഹത പരമവ്യക്തം അവ്യക്താത് പുരുഷ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതിഃ. മഹത പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതിഃ. മഹതഃ പരം അവ്യക്തം, മഹത്തിനേക്കാൾ പരമാണ് അവ്യക്തം, മൂലപ്രകൃതി. വ്യക്തമായി നമുക്ക് എന്തിനെ അറിയാൻ കഴിയുകയില്ലയോ ആ മായാതത്വം, പ്രകൃതി എന്നൊക്കെ പറയാം. മായ എന്ന് പറഞ്ഞാലും പ്രകൃതി എന്ന് പറഞ്ഞാലും ഇനി മായോപാധികനായ ഈശ്വരൻ എന്ന് പറഞ്ഞാലും വിരോധമില്ല. കാരണം ഹിരണ്യഗർഭനും കാരണരൂപൻ ഈശ്വരനാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാലോ മായയുടെ കുപ്പായോട്ടുള്ളവൻ, അത്രയേ ഉള്ളൂ. അതെങ്ങനെയാവുക? അതാവില്ലല്ലോ. അവ്യക്താത് പുരുഷ പരഹ, അവ്യക്തത്തിനേക്കാൾ പരമായിട്ട് പൂർണ്ണ പുരുഷൻ. സഗുണെന്നൊക്കെ പറഞ്ഞോളൂ, വിരോധമില്ല. എന്തിനാ അപ്പം അങ്ങനെയൊക്കെ പറയണ വിരോധമില്ല. നാളൊരു നേരം പോക്ക് പറഞ്ഞുതരാം. നമ്മൾ ചിരിച്ചു പോയൊരു സന്ദർഭമാണ്. ഒരു സ്ഥലത്ത് ഒരാള്, ഈ പറയുന്ന ആളുടെ തന്നെ, ഈ ചിദാനന്ദ ഗുരുസ്വാമി തന്നെയാണ്, രക്തം പരിശോധിക്കാൻ വേണ്ടിയിട്ട് വന്നു. ശ്രദ്ധിക്കണേ, അയാൾ വന്നു. അയാൾ എങ്ങനെയാണ് വന്നത്? അയാളൊരു മോട്ടോർ സൈക്കിളിൽ വന്നു. ഒരു ബാഗുണ്ട്, കുറച്ച് വലിയ ബാഗാ. അയാൾ വന്നു, സ്വാമിജി തന്നെയല്ലേ രക്തം പരിശോധിക്കേണ്ടത്? അതെ, എൻ്റെ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ശരി. അയാൾ ആ വലിയ ബാഗാണ്ട് തുറന്നപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബാഗുണ്ട്, വേറൊരു ചെറിയ ബാഗ്, 2-3 ചെറിയ ബാഗുകളുണ്ട്. ഇതിലൊരു ചെറിയ ബാഗ് ആണ് തുറന്നു നോക്കുമ്പോൾ ഒരു വെള്ള കോട്ടുണ്ട്, അതെടുത്തിട്ടു. മനസ്സിലായില്ല? ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ വെള്ള കോട്ട് എടുത്തിട്ട് ഒരു 3 ബട്ടനും ഇട്ട്, എന്നിട്ട് മറ്റേ പെട്ടി തുറന്ന് അതിൽ നിന്ന് ഗ്ലൗസ് എല്ലാം എടുത്ത്, മറ്റേ പെട്ടി തുറന്ന് അതിൽ നിന്ന് സിറിഞ്ചും അതൊക്കെ എടുത്ത് എന്നാ കുത്തുക എന്ന് പറഞ്ഞ് കുത്തി കഴിഞ്ഞ് ഒക്കെ പ്രയോഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഉടനെ അയാൾ ആദ്യം ചെയ്ത പരിപാടി ഈ കോട്ടെടുത്ത് മടക്കി അതിൽ തന്നെ വെച്ചു. ഞാനിങ്ങനെ ആലോചിക്കാം, അപ്പോൾ എന്തിനാപ്പോൾ അത്? എനിക്ക് അന്നും ഉത്തരം കിട്ടിയിട്ടില്ല, ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം രോഗാണുബാധ തുടങ്ങിയവ പരിഗണിച്ചിട്ട് സെപ്റ്റിക്കായിട്ടുള്ള ഒരു വസ്ത്രമൊക്കെ മാറ്റി ആ രീതിയിലാണെങ്കിൽ അയാൾ പുറമേ നിന്ന് മോട്ടോർ സൈക്കിൾ ഓടിച്ച് വന്നതാണ്.
അയാൾ ഏത് പാൻസും ഷർട്ടും ആണോ ഇട്ടത് അത് അവിടെ തന്നെ ഉണ്ട്. മുഖവും രൂപവും കണ്ടാൽ രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല, ഉറപ്പാണ്. പക്ഷേ ഈ കോട്ടാണ് എടുത്തിട്ടു. കോട്ട് എടുത്തിട്ടപ്പോൾ ഡ്യൂട്ടി വേഷമായി. അപ്പോൾ ഡ്യൂട്ടിയിലാണ് മൂപ്പര് ഇത് എടുത്തിട്ടുള്ളത്. ആ പെട്ടിയുടെ ഡോറ് തുറന്ന് വെച്ചിട്ടുണ്ട്. അതിൽ ക്യാമറ ഉണ്ടോയെന്ന് അറിയില്ല. അയാൾ ഈ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് രക്തമെടുത്തതെന്ന് കമ്പനിയെ കാണിക്കാനുള്ള ക്യാമറ അതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, രണ്ടിനും സാധ്യതയുണ്ട്. പക്ഷേ ആദ്യം ധരിച്ച ആ വസ്ത്രത്തിന് മുകളിൽ ഇതങ്ങോട്ട് ഇട്ടാൽ എന്തെങ്കിലും ഗുണം അതുകൊണ്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് രക്തം എടുത്ത ഉടനെ ഇത് അഴിച്ച് മൂപ്പര് പൂർവ്വസ്ഥാനത്ത് വെച്ചു. ഇനി അടുത്ത രോഗിയുടെ അടുത്ത് പോകുമ്പോൾ വീണ്ടും എടുക്കും, വീണ്ടും ഇടും. അത് അഭിമാനത്തിൻ്റെ ഒരു കുപ്പായാണ്. അപ്പോൾ സമഷ്ടിയുടെ ഒരു അഭിമാന കുപ്പായം ഇട്ടപ്പാരായി? ഈശ്വരനായി. വ്യഷ്ടിയിൽ അഭിമാന കുപ്പായം ഇട്ടപ്പോഴോ ശിവനായി. അത്രയേ ഉള്ളൂ, കുപ്പായത്തിൻ്റെ മാറ്റമേ ഉള്ളൂ. അതിട്ടപ്പോൾ കുറച്ചൊരു ഒരു ഗൗരവമൊക്കെ ആയിട്ടോ. അതുപോലെയുള്ള ലോഹ്യം പറിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ കുത്തലൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും തമാശയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. നമ്മൾ വിടുവോ? വെറുതെ വിടുവോ? നേരം പോക്കൊക്കെ പറഞ്ഞ് അയാളെ വിട്ടു. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സൂക്ഷ്മ സമഷ്ടി ഭാവം ധരിച്ചപ്പോൾ ഹിരണ്യഗർഭനായി. അതില്ലാത്തപ്പോഴോ ഈശ്വരൻ. അപ്പൊ വ്യഷ്ടിയിലോ? വ്യഷ്ടിയിലും മനസ്സിലാക്കണമല്ലോ. വ്യഷ്ടിയിൽ ഞാൻ സൂക്ഷ്മ സമഷ്ടിയില്ല, വ്യഷ്ടിഭാവത്തെ ധരിച്ചപ്പോൾ തൈജസ്സനായി. ഞാൻ തന്നെ സ്ഥൂലഭാവത്തെ ധരിച്ചപ്പോഴോ വിശ്വനായി. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞ. വിരാട്ട്, ഹിരണ്യഗർഭൻ, ഈശ്വരൻ. ഇത് രണ്ടിൻ്റെയും മൂല കാരണം ഒന്ന്. അതേതാ? പരമാത്മാ. ശ്രദ്ധിക്കുക. ഇതൊരു വിജ്ഞാനി എങ്ങനെയാണ് സമഷ്ടിബോധത്തിലിരിക്കുന്നത്? വിജ്ഞാനിക്ക് വ്യഷ്ടിബോധമുണ്ട്, വിജ്ഞാനിക്ക് സമഷ്ടിയെക്കുറിച്ച് അറിയുകയും ചെയ്യാം. വിജ്ഞാനിയുടെ ബോധം വ്യഷ്ടിബോധമാണ്. അവിടം വരെ എന്ന് പറയുള്ളൂ. സമഷ്ടി ഇന്നതെന്നറിയാം, വ്യഷ്ടി ഇന്നതെന്നറിയാം. ഇത് രണ്ടുമല്ല എൻ്റെ പാരമാർത്ഥിക സ്വരൂപം എന്നും അറിയാം. അതാണ് വിജ്ഞാനി. എൻ്റെ പാരമാർത്ഥിക സ്വരൂപം ഈ രണ്ടുമല്ല, ജീവനും അല്ല, ഒട്ട് ഈശ്വരനും അല്ല. ജീവനും ഈശ്വരനും ഏതൊരു പരമസത്യത്തിൻ്റെ ഉപാധിഗതങ്ങളായ ഭാവങ്ങളാണോ അതാണ് എൻ്റെ പാരമാർത്ഥിക രൂപം എന്നറിയാം. സമഷ്ടിക്കാരി പ്രവർത്തിക്കില്ല. സമഷ്ടിക്കാരി പ്രവർത്തിക്കാൻ പറ്റില്ല, അത് ഈശ്വരൻ്റെ പണിയാണ്. അപ്പം ആരെങ്കിലും അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ പറയണവരൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ സൂര്യോദയത്തെ മാറ്റാൻ പോവുകയാണ്, ഞാൻ സൂര്യൻ്റെ ആംഗിൾ മാറ്റാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വിശ്വസിക്കണ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുണ്ട്. അവിവേകികൾക്ക് പറയുന്ന പേരാണ് ഭക്തജനങ്ങൾ. എന്നിട്ട് വിശ്വസിക്കുകയാണ്. തമാശയല്ല. ഇല്ലേ? പറഞ്ഞില്ലേ? പറയുന്നുണ്ട്, ഞാൻ സൂര്യൻ്റെ ദിശ മാറ്റുന്നു, ഞാൻ സൂര്യനെ മാറ്റും, ഇങ്ങനെയാക്കുന്നു. സന്തോഷം. അപ്പം അത് സമഷ്ടി എന്നുള്ളത്, സമഷ്ടി തൊട്ട് കളിക്കാൻ നമുക്ക് വയ്യ. അത് ഈശ്വരൻ്റെ പരിപാടിയാണ്. വ്യഷ്ടി ജീവൻ്റെ പരിപാടിയാണ്. അത്രയേ ഉള്ളൂ. ഈ ദ്വൈതത്തിൽ തന്നെ രണ്ടുണ്ട്. ഈശ്വരകൃതമായ ദ്വൈതവും ജീവകൃതമായ ദ്വൈതവും ഉണ്ട്. ഈക്ഷണാദി പ്രവേശാന്ത സൃഷ്ടി ദീശേന കൽപ്പിത.
ഈ പ്രപഞ്ചം രചിക്കാം എന്നുള്ള ഈ ക്ഷണം മുതൽ പ്രവേശാന്ത തത് സൃഷ്ടുവ തദേവ അനുപ്രാവശ്യത് എന്നുള്ളത് ഈശ്വരകൃതമായ ദ്വൈതമാണ്. ജാഗ്രതാദി വിമോക്ഷാന്ത, ജാഗ്രത് മുതൽ മോക്ഷം വരെയുള്ളത് ജീവന്റെ ദ്വൈതമാണ്. ഈ രണ്ട് ദ്വൈതം ഉള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതിരിക്കട്ടെ, അത് വേറെ വിഷയം, കുറച്ചും കൂടി സൂക്ഷ്മമായി പോകും. അത് പുരുഷാന്ന പരം കിഞ്ചിത്, പുരുഷനേക്കാൾ പരായിട്ടൊന്നുമില്ല. പൂർണ്ണൻ, സാ കാഷ്ഠ, അതാണ് പരമാവധി, പരാകാഷ്ഠ. സാ പരാഗതി, അതാണ് പരാഗതി. ആ പുരുഷൻ പൂർണ്ണൻ. എന്തിനാൽ എല്ലാം പൂർണ്ണമാണോ അവനാണ് പുരുഷൻ. അതിനപ്പുറത്ത് മറ്റൊന്നില്ല. അപ്പൊ അവിടെ പുരുഷ ശബ്ദം കൊണ്ട് പരമാത്മാവിനെ മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് യാതൊന്ന് വ്യക്തമല്ലയോ, ഹിരണ്യഗർഭഭാവത്തിനും ഉപരി യാതൊന്നുണ്ടോ, അതായത് മഹത്തത്വത്തിനും ഉപരി യാതൊന്നുണ്ടോ, അത് ഈശ്വരൻ എന്നറിയണം. അവ്യക്തം. ആ അവ്യക്തത്തിനും ഉപരിയാണ് പരമാത്മാ എന്നറിയുക. അതിനപ്പുറത്തൊന്നില്ല കേട്ടോ. അത് പരാഗതിയാണ്, പരാകാഷ്ഠയാണ്.